ഹലോ ആസ്പിരൻസ്. അപ്പോൾ റീസെൻ്റ്ലി കിട്ടിയ ഒരു ക്വയറിയാണ്. ഒരു സ്റ്റുഡൻറ്റ് SSB അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് സാർ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയാണ്. നമ്മളെ അടുത്ത് വന്ന സ്റ്റുഡൻസ്, നമ്മളെ അടുത്ത് റെക്കമെൻഡ് ആയ സ്റ്റുഡൻസിന് ഭൂരിപക്ഷ ആൾക്കാരും ഫസ്റ്റ് ടൈമേഴ്സ് ആണ്, ആദ്യമായിട്ട് SSBക്ക് പോയ ആൾക്കാരാണ്. അതായത് അവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല, എന്താണ് ഈ പ്രോസസ്സ്. SSB കേൾക്കുന്ന തന്നെ ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ടാണ്. ഓക്കെ, അത് വന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ്. SSBയിൽ എന്താണ് റിക്വയർഡ് ആയിട്ടുള്ളത്, പ്രോസസ്സിനെ പറ്റിയുള്ള ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നമുക്ക് നമ്മളെ പേഴ്സണാലിറ്റീനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം, നമ്മൾ എന്താണ് എന്നുള്ളത്. ഓക്കെ, കാരണം SSBയിൽ റെക്കമെൻഡ് ആകാൻ വേണ്ടത് ആ 15 ഓഫീസർ ലൈക്ക് ക്വാളിറ്റിയാണ്. ഈ പറയുന്ന 5 ദിവസത്തെ പ്രോസസ്സ്, SSB 5 ഡേ പ്രോസസ് ആണല്ലോ. അപ്പോൾ ഈ പറയുന്ന 5 ദിവസത്തെ പ്രോസസ്സിൽ ഇവർ ചെക്ക് ചെയ്യുന്നതും ഈ 15 OLQ ഉണ്ടോ എന്നുള്ളതാണ്. അതിപ്പോൾ ഫസ്റ്റ് ടൈം ആയാലും സെക്കൻഡ് ടൈം ആയാലും തേർഡ് ടൈം ആയാലും പ്രോസസ് ഇസ് സെയിം. ഓക്കെ, അത് കൂടാതെ വേറൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, സാർ കുറേ ആൾക്കാർ വരുന്ന ഒരു പ്രോസസ്സ് അല്ലേ, ഇപ്പോൾ ഈ ഇൻ്റർവ്യൂലൊക്കെ റിപ്പോർട്ടിങ് 200-300 റിപ്പോർട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ആൾക്കാർ വരുമ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാവുന്ന സാധാരണ ഒരു ആങ്സൈറ്റി ഉണ്ടാവും അല്ലെ, നമുക്ക് എങ്ങനെ നേരിടാൻ പറ്റും, കോമ്പറ്റീഷൻ ഭയങ്കര ടൈറ്റ് അല്ലേ, അപ്പോൾ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും എന്നുള്ളത് ഫസ്റ്റ് ടൈം പോകുന്ന ആൾക്കാർക്കാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് തരാം. ഇപ്പം നിങ്ങളെ ഫസ്റ്റ് ഡേ പ്രോസസ്സ്, ഓക്കെ, ഇപ്പോൾ ഈ പറയുന്ന ഒരു പുതിയ പ്രോസസ്സ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്, C++ ആൻഡ് OPAM എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതിയേക്കാം. C++ ആൻഡ് OPAM. ഇപ്പോൾ C++ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറൈസ്ഡ് സ്റ്റേജ് 1 സെലക്ഷൻ സിസ്റ്റം. ഓക്കെ, OPAM എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവ് പേഴ്സണാലിറ്റി അസസ്മെന്റ് മെഷർ. ഓക്കെ, ഇത് പ്രപ്പോസ്ഡ് ആണ്. ഓക്കെ, ഇതുവരെ ഇത് കംപ്ലീറ്റ്ലി ഇംപ്ലിമെന്റ് ആയിട്ടില്ല. ഇനി ഇപ്പോൾ സാധാരണ നടക്കുന്ന പ്രോസസ് എന്താണ്? ഇപ്പോൾ സ്റ്റേജ് 1 സാധാരണ നടക്കുന്നത് എന്താണ്? ഫസ്റ്റ് യു വിൽ ഹാവ് OIR, ഓഫീസർ ഇന്റലിജൻസ് റേറ്റിംഗ്. ഓക്കെ, ഇതൊരു വെർബൽ നോൺ വെർബൽ ടെസ്റ്റ് ആണ്. ഓക്കെ, ഭയങ്കര സിമ്പിളായ ടെസ്റ്റ് ആണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസിലി നമുക്ക് OIR റേറ്റിംഗ് 1 കിട്ടും. ഓക്കെ, ഈസിയാണ്, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ്. സെക്കൻഡ് വരുന്നത് PP ആൻഡ് DT, പിക്ചർ പെർസെപ്ഷൻ ഡിസ്കഷൻ ടെസ്റ്റ്. ഇനി ഫസ്റ്റ് സ്റ്റേജിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് പേടി ഉണ്ടാകുന്നത്, കാരണം നമ്മൾ ഒരുമിച്ച് കുറേ ആൾക്കാരെ കാണും. ഓക്കെ, റിപ്പോർട്ടിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് ആകെ പേടിയാവും. ഓക്കെ, അപ്പോൾ സ്റ്റേജ് 1 നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താ കേസ്? ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് തന്നെയാണ്. ഓക്കെ, യു ആൻഡ് ദ ആൻസർ പേപ്പർ, ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ പേപ്പർ. ആൾക്കാർ 100, 1000, 16 ആയിക്കോട്ടെ, ഈ പേപ്പർ സെയിം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഇമ്മെറ്റീരിയൽ. ആൾക്കാർ കൂടുതലാവുന്നതുകൊണ്ട് ഇതിന്റെ ഡിഫിക്കൽട്ടി മാറുമൊന്നുമില്ല. ഇതിന് കിട്ടുന്ന സ്കോർ 4 പേരുണ്ടെങ്കിലും 40 പേരുണ്ടെങ്കിലും 400 പേരുണ്ടെങ്കിലും സെയിം തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ സ്കോർ മാത്രം ഇമ്പോർട്ടൻറ്റ്. റേറ്റിംഗ് 1 ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ 2, ആ ലെവലിൽ വരണം. സെക്കൻഡ് PP ആൻഡ് DT. ഓക്കെ, PP ആൻഡ് DTന്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഒരു പിക്ചർ ഫ്ലാഷിങ്, റൈറ്റ്? അതിപ്പോൾ 4 പേരാണെങ്കിലും 40 പേരാണെങ്കിലും 400 പേരാണെങ്കിലും എല്ലാവരും കാണാൻ പോകുന്ന സെയിം പിക്ചറാണ്. എല്ലാവർക്കും കിട്ടുന്നത് 30 സെക്കൻഡ് ഒബ്സർവ് ചെയ്യാൻ, 1 മിനിറ്റ് ബോക്സ് ഫില്ല് ചെയ്യാനും ആക്ഷൻ എഴുതാനും, പിന്നെ 4 മിനിറ്റ് സ്റ്റോറി എഴുതാനും. അപ്പോൾ ഇതിപ്പോൾ 4 പേരാണെങ്കിലും 40 പേരാണെങ്കിലും 400 പേരാണെങ്കിലും സെയിം അല്ലേ. ഓക്കെ, അവിടെ ഇവിടെ കോമ്പറ്റീഷൻ വരുന്നത്? ആരെ കൂടിയും കോമ്പറ്റീഷൻ വരുന്നില്ല. ഇപ്പോൾ 4 പേരാണെങ്കിലും ഞാൻ സെയിം സ്റ്റോറി തന്നെ എഴുതാം അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്റ്റോറി എഴുതാൻ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിലും കോമ്പറ്റീഷൻ ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഡിസ്കഷൻ സ്റ്റേജ് ആണ്. ഓക്കെ, അതിലൊരു ഇൻഡിവിജ്വൽ നറേഷൻ വരും. ഇൻഡിവിജ്വൽ നറേഷൻ എല്ലാവർക്കും 1 മിനിറ്റ് കിട്ടും. നമ്മൾ 4 മിനിറ്റ് കൊണ്ട് എഴുതിയ സ്റ്റോറി 1 മിനിറ്റ് കൊണ്ട് നറേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. അത് സെയിം ആണ് അല്ലേ. ഇപ്പം നമ്മളെ ഗ്രൂപ്പിൽ 15 പേരുണ്ടെങ്കിലും 20 പേരുണ്ടെങ്കിലും 10 പേരുണ്ടെങ്കിലും നമുക്ക് ആകെ 1 മിനിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുവരെ നമുക്ക് ഒരു കോമ്പറ്റീഷൻ ഇല്ല, നമ്മൾ ആരായിട്ട് നേരിട്ട് വരുന്നില്ല. ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ടാസ്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഇവിടെയാണ് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ ടെൻഷൻ. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കൺട്രോളിലുള്ളത്, നിങ്ങളെ കയ്യിലുള്ള ടാസ്ക് ഒക്കെ ആദ്യം പെർഫെക്റ്റ് ആക്കാം. OIR റേറ്റിംഗ് 1 വരട്ടെ, സ്റ്റോറി നല്ല അടിപൊളി സ്റ്റോറിയായി വരട്ടെ, അതായത് നിങ്ങൾ ആ സ്റ്റിമുലസ് ഒക്കെ നോക്കി കറക്റ്റായിട്ട് സ്ട്രക്ചേർഡ് ഫോമിൽ എഴുതാൻ പറ്റട്ടെ. ഇൻഡിവിജ്വൽ നറേഷൻ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റട്ടെ. ഇത്രയും നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾ ചെറുതായിട്ടൊരു പോയിന്റ് പറഞ്ഞു, വെരി യു ഗോട്ട് ലിറ്റിൽ അറ്റൻഷൻ. ഓക്കെ, ഒരു പോയിന്റ് പറഞ്ഞാൽ തന്നെ മതി, യു വിൽ ബി സ്ക്രീൻഡ് ഇൻ. സ്റ്റേജ് 1 ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളെ കൺട്രോൾ ഉള്ളത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ്.
അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിനുള്ള നാക്കും ട്രിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് അത് അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മൾ സംസാരിക്കാൻ വിടാത്ത സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സ്ക്രീൻ ഇൻ ആകാൻ പറ്റും. ഓക്കെ, സ്റ്റേജ് 1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 2ലേക്ക് എത്തുമ്പോൾ സൈക്കോളജി, GTO, പേഴ്സണൽ ഇൻ്റർവ്യൂ. സൈക്കോളജി പെൻ ആൻഡ് പേപ്പർ, നോ കോമ്പറ്റീഷൻ അല്ലേ, 4 പേര് 40 പേര് 400 പേര്, ഒരു കാര്യമില്ല, സെയിം ഇന്നല്ലേ ഉണ്ടാവുക പെൻ ആൻഡ് പേപ്പർ ആയതുകൊണ്ട്. പിന്നെ പേഴ്സണൽ ഇൻ്റർവ്യൂ 1-on-1 ആണ് അല്ലേ, 10 പേരാണെങ്കിലും 20 പേരാണെങ്കിലും ഞാൻ എന്താണോ അയാളോട് പറയാൻ പോകുന്നത്, ഇന്റർവ്യൂ ഓഫീസറോട് പറയാൻ പോകുന്നത്, അത് സെയിം ആയിരിക്കും. പിന്നെ ഗ്രൂപ്പ് ടാസ്ക്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 3 കാറ്റഗറിയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ you are not having any competition with anybody. SSB is not about being the best in the group. No. They are not looking for the best fit. അവർ നോക്കുന്നത് റൈറ്റ് ഫിറ്റ് ആണ്. അതായത് ആ റൈറ്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാർ they will recommend. Okay? So, I just want to tell you this key. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, അറ്റംപ്റ്റിലുള്ള കാര്യമുള്ളത് ആർ യു ഏബിൾ ടു പ്രൊജക്ട് യുവർ ക്വാളിറ്റീസ്. നിങ്ങൾക്ക് ആ 15 OLQs പ്രൊജക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആർ യു ഏബിൾ ടു പാർട്ടിസിപ്പേറ്റ്? ആർ യു ഏബിൾ ടു ഗിവ് യുവർ 100%? ആർ യു ഷോയിങ് ദി ലീഡർഷിപ്പ് ക്വാളിറ്റീസ്? This is what is important. If you are able to do that, you will be recommended in the very first attempt. For further guidance, you can connect with us. The details are given in the description.